നമസ്കാരം. ലൈസ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ടെക്നോളജിയെപ്പറ്റി അല്ലെങ്കിൽ സിനിമയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച്, ഒരു സിനിമ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് കുറച്ച് എപ്പിസോഡ് ചെയ്യണമെന്ന് ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു സിനിമയ്ക്ക് കഥയുണ്ടാക്കാനായി പേപ്പർ വാങ്ങാൻ പോകുന്നിടം മുതൽ ഒരു സിനിമ തിയേറ്ററിലെത്തുന്നവരെ, സെൻസറിങ് കഴിഞ്ഞ് തിയേറ്ററിലെത്തുന്നതുവരെയുള്ള വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അത് അറിഞ്ഞുകൂടാത്തവർക്ക് മനസ്സിലാക്കാനായി കുറേ എപ്പിസോഡ് ചെയ്യണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്യും. തിരക്കഥ എന്താണ്, സംവിധാനം എന്താണ്, അസോസിയേറ്റ് ഡയറക്ടർ എന്താണ്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്താണ്, പ്രൊഡക്ഷൻ ഡിസൈനർ എന്താണ്, കലാസംവിധായകൻ എന്താണ്, എല്ലാ വിഭാഗങ്ങളെയും കുറിച്ച് ഓരോ എപ്പിസോഡ് വീതം ഞാൻ ചെയ്യാം. ഇന്ന് ഞാനിവിടെ പറയുന്നത് നമ്മുടെ സിനിമ ഡിജിറ്റലിൽ കടന്ന് AI സാങ്കേതിക വിദ്യയിലേക്ക് കടക്കുകയാണ്. നമ്മളെ മനുഷ്യ ജീവിതം തന്നെ ഇനി AI ആയിരിക്കും. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം. 1957 പുറത്തു വന്ന നാഗി റെഡ്ഡി നിർമ്മിച്ച് KV റെഡ്ഡി സംവിധാനം ചെയ്ത് NT രാമറാവു, SV രംഗറാവു, അക്കിനേനി നാഗേശ്വര റാവു, ജമിനി ഗണേശൻ, സാവിത്രി മുതലായവർ അഭിനയിച്ച ഒരു തെലുങ്ക് സിനിമയാണ് മായബസാർ. ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള സിനിമയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പുതിയ തലമുറ ഉറപ്പായിട്ടും അത് കണ്ടിരിക്കാൻ വഴിയില്ല. നിങ്ങൾ മായബസാർ ഇട്ട് കാണണം എന്ന് ഞാൻ പറയും. യൂട്യൂബിലുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച ഈ സിനിമയിലെ ചില രംഗങ്ങൾ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മളെ അതിശയിപ്പിക്കും. അതുപോലെ തന്നെ B. വിട്ടലാചാര്യ എന്ന് പറഞ്ഞ ഒരു നിർമ്മാതാവും സംവിധായകനുണ്ടായിരുന്നു. 1999 73 വയസ്സിലാണ് വിട്ടലാചാര്യ മരിക്കുന്നത്. കന്നഡയിലും തെലുങ്കിലുമായി നിരവധി സൂപ്പർ ഹിറ്റ് പുരാണ മാന്ത്രിക സിനിമകൾ എടുത്തയാളാണ് വിട്ടലാചാര്യ. NT രാമറാവുവിനെ ശ്രീകൃഷ്ണനാക്കി മാറ്റിയതിൽ മുൻപന്തിക്കാരനാണ് വിട്ടലാചാര്യ. 19 സിനിമകൾ NT രാമറാവുവിനെ വച്ച് വിട്ടലാചാര്യ സംവിധാനം ചെയ്തു. ശ്രീനിവാസ കല്യാണ പോലെയുള്ള സിനിമകൾ. ക്യാമറ കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കാനാകും എന്ന് ഇന്ത്യയിൽ തെളിച്ച ആദ്യ സിനിമാക്കാരനാകണം വിട്ടലാചാര്യ. അന്ന് ഒന്നും വന്നിട്ടില്ലല്ലോ. കമ്പ്യൂട്ടറും ഡിജിറ്റലും AIയും ഒന്നും വന്നിട്ടില്ലല്ലോ. ജ്ഞാനപ്പട ബ്രഹ്മ, മായാജാല മന്നൻ എന്നൊക്കെ ഈ സിനിമാ നിർമ്മാണ സംവിധായകനെ സ്നേഹപൂർവ്വം പ്രേക്ഷകർ വിളിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ മായാജാല മന്നൻ എന്ന് തന്നെയാണ് വിട്ടലാചാര്യ പറയേണ്ടത്. ശരിക്കും സിനിമയിൽ മായാജാല മന്നൻ തന്നെയായിരുന്നു വിട്ടലാചാര്യ. അദ്ദേഹത്തിൻ്റെ ഏതൊരു പടം കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ അതിലെ വിഷ്വലുകൾ കണ്ടപ്പോൾ. കുട്ടിക്കാലമല്ലേ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്നും മാസത്തിൽ ഒരു വെള്ളിയാഴ്ച നേമം ബാസുര തിയേറ്ററിൽ മാറ്റിനിക്ക് ഒരു സിനിമ കാണിക്കാൻ കൊണ്ടുപോകുമായിരുന്നു. വീട്ടിൽ നിന്ന് 25 പൈസ എന്തോ വാങ്ങിക്കൊണ്ട് കൊടുക്കണം. അമ്മയുടെ മുമ്പ് കിടന്ന് കരഞ്ഞും ബഹളം വച്ചൊക്കെയാണ് 25 പൈസ വാങ്ങുന്നത്. പാതാള ഭൈരവി, സതി സാവിത്രി, മായബസാർ, ദുര്യോധന ഇൻ പാണ്ഡവവാസം, ഹിരണ്യകശിപു, ഭക്തപ്രഹ്ലാദ, സമ്പൂർണ്ണ രാമായണം, ഇവയിലൊക്കെ സമരള വെങ്കട രംഗറാവു എന്ന SV രംഗറാവു കാണിക്കുന്ന ഗിമ്മിക്സുകളുണ്ടാവും. രംഗറാവു നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ആളാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ സിനിമകളൊക്കെ ഇറങ്ങിയത്. കുട്ടുവങ്ങളിലും അണ്ടവിലും ഒക്കെ ആയിട്ട് കുന്നുപോലെ കൂട്ടിവെച്ച മധുര പലഹാരങ്ങൾ കൊണ്ടുവച്ച് കൊടുക്കുമ്പോൾ നിമിഷ നേരം കൊണ്ട് കഴിച്ചു തീർക്കുന്ന ബഗനായിട്ട് എന്താ പറയുക, രംഗറാവു കാണിക്കുന്ന പണികൾ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ അറിയാതെ കൈയടിക്കുമായിരുന്നു, പൊട്ടിച്ചിരിക്കുമായിരുന്നു. ആട്ടോറിക്ഷയുടെ വലിപ്പമുള്ള മിക്സർ ക്യാമറ ലൈറ്റുകൾ ഉപയോഗിച്ച്, ലൈറ്റൊക്കെ വലിയ 2 പേരെടുത്താൽ എടുക്കാൻ പറ്റാത്ത അത്ര വലിപ്പത്തിലായിരുന്നു പണ്ടത്തെ ലൈറ്റ്. ഇപ്പോൾ ചുവരിൽ പ്ലഗ് ചെയ്യാവുന്ന കൊച്ചു കൊച്ചു ലൈറ്റുകൾ വെച്ചല്ലേ ഡീറ്റെയിൽ എടുക്കണേ. അപ്പോൾ ഇങ്ങനത്തെ വലിയ ഓട്ടോറിക്ഷ പോലുള്ള മിച്ചൽ ക്യാമറയും വലിയ ലൈറ്റുകളൊക്കെ ഉപയോഗിച്ച് ഇത്തരം ചിത്രങ്ങൾക്കായി ട്രിക്ക് ഷോട്ടുകൾ എടുക്കുന്ന വേന്തന്മാരുണ്ടായിരുന്നു. അതുപോലെ
മിനിയേച്ചർ വർക്കുകൾ വെച്ച് അത്ഭുതങ്ങൾ കാട്ടിത്തരുന്ന നമ്മുടെ മലയാളിയായ എ വിൻസെൻറ്റിനെ പോലുള്ള ഛായാഗ്രാഹകന്മാരും ഉണ്ടായിരുന്നു. കാലം ഒരുപാട് പുരോഗമിച്ച ശേഷം രാജീവ് അഞ്ചലിനെ പോലുള്ള മിടുക്കരായ കലാസംവിധായകൻ, രാജീവ് പോലെ ഒരുപാട് പേരുണ്ടായിരുന്നു മിടുക്കർ. രാജീവ് അഞ്ചൽ ഉണ്ടാക്കുന്ന മിനിയേച്ചറുകൾ വെച്ച് പുറപ്പാടിൽ കുറേ വർക്കുകൾ ചെയ്തിരുന്നു. ഉരുൾ പൊട്ടുന്നതും വെള്ളപ്പൊക്കവും വീടുകൾ തകരുന്നതും ആടുമാടുകൾ ഒഴുകിപ്പോകുന്നതുമൊക്കെ വിൻസെൻ്റ് മാഷിൻ്റെ മേൽനോട്ടമാകാം എന്ന നിർദ്ദേശം ജെ.സി. സാറിൽ നിന്ന് ഉണ്ടായെങ്കിലും പുറപ്പാടിൻ്റെ ഛായാഗ്രാഹകനായ വിപിൻ ദാസിൻ്റെ ഈഗോ കാരണം അത് സമ്മതിച്ചില്ല. അതിനാൽ തന്നെ മിനിയേച്ചർ ഷോട്ടുകൾ പുറപ്പാടിലെടുത്തത് നന്നായതുമില്ല. കാരണം വിപിൻ ദാസിന് അറിയില്ല മിനിയേച്ചർ എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന്. ഇന്ന് അതൊക്കെ മാറി. 500 പേരുണ്ടെങ്കിൽ 5 ലക്ഷം പേരായി കാണിക്കാവുന്ന ടെക്നോളജി വളർന്നു. ബാഹുബലി പോലുള്ള സിനിമകളും മഹാഭാരതം, രാമായണം പോലുള്ള സീരിയലുകളും നമുക്കത് കാണിച്ചു തന്നു. മിനിയേച്ചറും ആർട്ട് വർക്കുകളും ഇല്ലാതെ ഗ്രാഫിക്സിലൂടെ ചെയ്തെടുക്കാനാവും ഇതൊക്കെയെന്ന് ടെക്നോളജി നമ്മളെ പഠിപ്പിച്ചു. അധിക സമയവും പണവും ചിലവിടാതെ ഞാൻ സംവിധാനം ചെയ്ത നിഴൽക്കണ്ണാടിയിൽ ഹൊററും ക്രൈമും ആയിരുന്നു. നായികയും പ്രേതവുമായി ഇരട്ട വേഷത്തിൽ പ്രധാന കഥാപാത്രമായ നായിക ഒരു ഷോട്ടിൽ തന്നെ പടിക്കെട്ടിറങ്ങി വരുന്നത്. നായിക വരും, നായികയുടെ പുറകിൽ നിന്ന് പ്രേതം, അവർ തന്നെയാണ് പ്രേതവും. അവരും ഇങ്ങനെ നടന്നു വരുന്ന ഷോട്ടുകളൊക്കെ എടുത്തിരുന്നു. അതുപോലെ തന്നെ തലയില്ലാത്ത ഒരു സ്ത്രീ ഊഞ്ഞാലിലിരുന്ന് വീണ വായിക്കുന്നത്, ആരും വീണ വായിക്കാതെ തന്നെത്താനെ വീണ ചലിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ളത് ഞങ്ങൾ ഗ്രീൻ മാറ്റിൽ സമയമെടുത്താണെങ്കിൽ പോലും ഭംഗിയായി ചെയ്തിരുന്നു. എൻ്റെ സ്വസ്ഥതയും വീടും കൂടുമൊക്കെ നഷ്ടപ്പെടുത്തിയ പരമ്പരയായിട്ടും നിഴൽ കണ്ണാടിയിലെ ഈ പറഞ്ഞ തരം സീനുകൾ ഇപ്പോഴും കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഇതൊക്കെ ഞാൻ എടുത്തതാണല്ലോ എന്നുള്ള ഒരു സന്തോഷം. വിവര സാങ്കേതികവിദ്യ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. AI എന്ന് ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതാണ് AI. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ AI സാങ്കേതിക വിദ്യയുടെ പൂന്തി വിളയാട്ടമാണ് ഇപ്പോൾ. ദൃശ്യത്തിലും ശബ്ദത്തിലും ഒക്കെ AI കടന്നുകയറ്റം ഒരു പക്ഷേ തുടക്കമായതിനാലാണോ എന്നറിയില്ല, കാണുമ്പോൾ അതിശയം ജനിപ്പിക്കുന്നതാണ്. നാട്ടിലെ പൊതുവായ വിഷയങ്ങളിൽ കൃത്യമായി കൊച്ചു കുഞ്ഞുങ്ങൾ, 1 വയസ്സ് 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അതിശയം തോന്നും അവരുടെ ലിപ്പനങ്ങുന്ന കാണുമ്പോൾ. രജനീകാന്തിൻ്റെ ജയിലർ കണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം, അനാരോഗ്യം, ക്ഷീണം എല്ലാം കൂടി ആ മുഖത്ത് ഒരു പ്രസരിപ്പും തരാതെയാണ് സിനിമ തുടങ്ങിയത്. നമ്മുടെ രജനീകാന്തല്ലേ എന്ന് സഹിച്ച് കണ്ടിരുന്നു. അപ്പോഴതാ വരുന്നു പഴയ ചുറുചുറുക്കുള്ള സ്റ്റൈൽ മന്നനായി ജയിലറുടെ വേഷത്തിൽ രജനീകാന്ത്. ഇന്ത്യൻ 2 എന്നല്ലോ കമൽഹാസൻ്റെ, ശങ്കർ സംവിധാനം ചെയ്ത്. ഇന്ത്യൻ 2 അഭിനയിച്ച് തീരുന്നതിനിടയിലാണ് നമ്മുടെ നെടുമുടി വേണിച്ചേട്ടനും വിവേകും മനോബാലയും മരണപ്പെട്ടത്. പക്ഷേ ആ സിനിമയിൽ മുഴുന്നുള്ള കഥാപാത്രമായി തന്നെ അവർ വന്നു, 3 വന്നു. ഇന്ത്യൻ 3 വരാൻ പോവുകയാണ്. അതിൽ കമൽഹാസൻ്റെ ചെറുപ്പം വലിയ കഥാപാത്രമാകുമെന്ന് പറയുന്നു. അതും AI സാങ്കേതികവിദ്യയിലാണ്. മിച്ചൽ ക്യാമറയിലൂടെ ചിത്രീകരിച്ച പഴയകാല സിനിമകളിൽ നസീർ സാറൊക്കെ ഇരട്ട വേഷത്തിൽ വന്ന് പരസ്പരം തല്ലുകൂടുന്നതൊക്കെ കണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് കൈയടിച്ചിട്ടുണ്ട്. നിരവധി സിനിമകളിൽ ക്യാബറെ നൃത്തമാടുന്ന അല്ലെങ്കിൽ ക്യാബറെ ഡാൻസ് ചെയ്യുന്ന സീമയെ 10 കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ അതിശയം കൊണ്ട് നമ്മൾ അത്ഭുതത്തോടെ കൈയടിച്ചിട്ടുണ്ട്. ക്യാമറയുടെ മുന്നിൽ
പപ്പാതി മറച്ച് ചിത്രീകരിക്കുന്ന രീതിയിൽ കുറേ ഇരട്ടകൾ വന്നു പോയിട്ടുണ്ട് നമ്മളെ സിനിമയിൽ. എന്നാൽ മിക്കതിലും ഈ പപ്പാതികൾ കൂടിച്ചേരുന്ന ഇടം, രണ്ട് ഫ്രെയിമിൻ്റെയും രണ്ടും കൂടെ വന്ന് ജോയിൻ ആവുന്ന ഇടം മുഴച്ചു നിൽക്കുമായിരുന്നു. ടെക്നോളജി വളരുകയാണെന്ന് ശങ്കറിൻ്റെ ജീൻസ് പോലുള്ള സിനിമകൾ നമുക്ക് കാട്ടിത്തന്നു. ശങ്കർ എന്ന സംവിധായകൻ കാലത്തിന് മുന്നേ സഞ്ചരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ആളും എത്ര കോടി വേണമെങ്കിലും പൊടിച്ചു കളയാൻ പറ്റിയ നിർമ്മാതാക്കളെ കിട്ടുകയും ചെയ്യുന്നതിനാൽ സാങ്കേതിക രംഗത്തെ അദ്ദേഹം കൂടുതൽ ആശ്രയിക്കും. പലപ്പോഴും അത് മുഴച്ചു നിൽക്കുകയും ചെയ്യും. പ്രശാന്തും ഐശ്വര്യ റോയുമായിട്ടുള്ള പാട്ട് സീനൊക്കെ ജീൻസിൽ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന വിധമാണ് ടെക്നോളജി ഉപയോഗിച്ചത് ശങ്കർ. വിസി, രാമു എന്നീ ഇരട്ടകളെ കൊണ്ടേ വിവാഹം കഴിക്കൂ എന്ന് അപ്പൻ്റെ പിടിവാശിയിൽ നിന്ന് രക്ഷപ്പെടാൻ വൈഷ്ണവി എന്ന പെൺകുട്ടിയെ മധുപതി എന്ന കുട്ടിയാക്കി കബളിപ്പിക്കുന്ന ഒരു തമിഴ് ചപ്പടാച്ചി പടമായിരുന്നു ജീൻസ്. എന്നാൽ ഇരട്ട വേഷങ്ങൾ തമ്മിലുള്ള കളിയിലും AR റഹ്മാൻ്റെ സംഗീതത്തിലും നമ്മളൊക്കെ വീണുപോയി. ആ പടത്തിൽ രസമായി കണ്ടിരിക്കാം. ജീൻസ് ഒരു വലിയ വിജയവുമായി. ഇതിൻ്റെ ദുരന്തം എന്താണെന്ന് വെച്ചാൽ സംവിധായകൻ ശങ്കർ ശരിക്കും പിന്നീട് വഴിതെറ്റിപ്പോയി എന്ന് പറയാം. സിനിമ ഒരു കസർത്തായി എടുത്തു കക്ഷി. ഇന്ദ്രൻ പോലുള്ള സിനിമകൾ കണ്ടു തീർക്കാൻ അസാമാന്യമായ ക്ഷമ വേണ്ടിവരുന്ന ഘട്ടത്തിലേക്ക് പോയി കാര്യങ്ങൾ. ഇവിടെ ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് തുടക്കം കുറിച്ചത് മലയാളത്തിൽ TK രാജകുമാറായിരുന്നു, കണ്ണെഴുതി പൊട്ടും തൊട്ട്. പക്ഷേ അതിനെ മിസ്യൂസ് ചെയ്ത സംവിധായകനായി ഒരാളെ പറയാമോ എന്ന് കേട്ടാൽ ഞാൻ പറയും എൻ്റെ സുഹൃത്തായ ഷാജി കൈലാസാണ്. ശങ്കറിനെ പറഞ്ഞ കണക്ക് സിനിമയിൽ കഥ പറയുന്ന രീതി മറന്ന് ഷോട്ടുകൾ ചന്നം ഭിന്നം ചപക് ഇങ്ങനെ എടുത്ത് ചേർത്തും സ്ഥാനത്തും അസ്ഥാനത്തും 48 ഫ്രെയിമും 16 ഫ്രെയിമും ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് വിരസത സൃഷ്ടിച്ചു ഷാജി കൈലാസ്. ആ താണ്ഡവം എന്നൊക്കെ പറഞ്ഞ പടം നമുക്ക് സഹിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അതിൻ്റെ തിക്തഫലം ഷാജി കൈലാസ് നന്നായി അനുഭവിക്കുകയും ചെയ്തു. പഴയ കാലമല്ല, 80കളിൽ ഒരു സ്ലോ മോഷൻ സീൻ പാട്ടിലോ ഫൈറ്റിലോ ഉപയോഗിക്കണമെങ്കിൽ ലാബിന് നല്ല ശമ്പളം കൊടുക്കണമായിരുന്നു. എത്ര അടി നീളം വരും ഒരു ഷോട്ടിന് എന്ന് കണക്കാക്കിയായിരുന്നു ലാബുകാർ അക്കാലത്ത് പൈസ വാങ്ങിയിരുന്നത്. ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഇങ്ങനെ വന്നു പോകുന്ന ടൈറ്റിലുകളില്ലേ, അണഞ്ഞും വന്നും പോകുന്ന ടൈറ്റിലൊക്കെ ചെയ്യാൻ ഏറ്റവും ചുരുങ്ങിയത് അക്കാലത്ത് 50,000 രൂപ ചെലവിടണമായിരുന്നു. ഇന്ന് ഡിജിറ്റൽ ആയതിനാൽ എളുപ്പമാവുന്നു കാര്യങ്ങൾ. എൻ്റെ അടുത്ത പരിചയക്കാരനായ പഴയ കാല ഒരു സിനിമാ പ്രസിദ്ധീകരണമുണ്ട് സീന, അത് നടത്തിയിരുന്ന മൂവാറ്റുപുഴക്കാരനായ KA മൂസ ഇടയ്ക്കിടെ എനിക്ക് ചില പോസ്റ്റുകൾ ഇടും. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് KA മൂസ. ഞാൻ ഒരിക്കൽ പറയാം അതെന്താണ് എൻ്റെ മൂത്ത ജ്യേഷ്ഠനെന്ന് ഞാൻ പറഞ്ഞതെന്നുള്ള കാര്യം പിന്നെ പറയാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം എനിക്ക് പോസ്റ്റുകൾ ഇടും. അടുത്തിടെ എനിക്ക് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. എൻ്റെ ചില ഫോട്ടോകൾ AI സംവിധാനത്തിലൂടെ മാറ്റിമറിച്ചവയായിരുന്നു അത്. ഞാൻ ഇങ്ങനെയൊക്കെ ആകാം വേണമെങ്കിൽ എന്നെനിക്ക് തോന്നി. താടിയൊക്കെ വെച്ച് കണ്ണടയൊക്കെ വെച്ച് രസകരമായ AI ഉണ്ടാക്കിയെടുത്ത പടങ്ങളായിരുന്നു. പഴയകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളെ പ്രത്യേകിച്ച് സിനിമാക്കാരെ പുതിയ കാല ഗെറ്റപ്പിലൊക്കെ കൊടുത്ത് കളറിലാക്കി അയച്ചു തരുന്നത് കാണുമ്പോൾ വരും കാലം AI സംവിധാനത്തിൻ്റെ പിടിയിൽ അമർന്നു പോകുമോ എന്ന ഖിന്നതയുണ്ട് എനിക്ക്. സിനിമയായിരിക്കണം അല്ലേ, സാങ്കേതിക വിദ്യ മാത്രമാകാൻ പാടില്ല. അടുത്തിടെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു തിരക്കഥാകൃത്ത് എന്നോട് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹവും പ്രശസ്തനായ ഒരു സംവിധായകനും ഒന്നിച്ചിരിക്കുകയോ ഒന്നിച്ച് നിൽക്കുകയോ ചെയ്യുന്ന വല്ല സ്റ്റില്ലും നിൻ്റെ കയ്യിലുണ്ടോ എന്നോട് ചോദിച്ചു. ഞാൻ തപ്പി നോക്കാം എന്ന് പറഞ്ഞു. എൻ്റെ ഫോട്ടോ ശേഖരങ്ങളിൽ തപ്പി നോക്കിയിട്ട്, അല്ലെങ്കിൽ ഫോണിലുള്ള ഫോട്ടോകളിൽ തപ്പി നോക്കിയിട്ട് 40,000 ഫോട്ടോ എൻ്റെ 3 ഫോണിലായിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഇവർ രണ്ടുപേരുമായിട്ട് നിൽക്കുന്നതോ ഇരിക്കുന്നതോ ആയ ഒരു ഫോട്ടോ കിട്ടിയില്ല. പുതിയ ജനറേഷനാണല്ലോ AI സംവിധാനത്തിനെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്.
ഞാൻ നമ്മുടെ പ്രോഗ്രാമുകൾ ചിത്രീകരിക്കുന്ന ന്യൂ ടി വിയുടെ ഉടമയായ സനൽ തോട്ടത്തിനോട് ഇക്കാര്യം സംസാരിച്ചു. ഇങ്ങനൊരു മറ്റേ തിരക്കഥാകൃത്തും ഇന്ന സംവിധായകനും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് AI സംവിധാനത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് സംസാരിച്ചു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സനലിൻ്റെ മകൻ AI സാങ്കേതിക വിദ്യയുടെ വലിയ ആരാധകരാണ്. കുറച്ച് കാശ് AIക്ക് അടച്ചാൽ അവർ അനുവദിക്കുന്ന സമയം കൊണ്ട് നിരവധി ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാകുമെന്ന് എന്നോട് സനൽത്തോട്ടം പറഞ്ഞു. 10 മിനിറ്റ് കഴിയുമ്പോൾ എറണാകുളത്ത് താമസിക്കുന്ന തിരക്കഥാകൃത്തിൻ്റെ വീട്ടിലെ സോഫയിൽ മദുരാശിയിൽ താമസിക്കുന്ന സംവിധായകൻ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. ഞാൻ ഈ ഫോട്ടോ തിരക്കഥാകൃത്തിന് അയച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് ഈ AI സാങ്കേതിക വിദ്യകളെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പഠിച്ചിട്ടുള്ള ആളല്ല. എന്നോട് ആ ഫോട്ടോ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത്, ദിനേശ്, ഇയാളെൻ്റെ വീട്ടിൽ എന്ന് വന്നു എന്നുള്ള കാര്യം എൻ്റെ ഓർമ്മയിലേ ഇല്ല കേട്ടോ. അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹത്തെ കാണാൻ ഈ സംവിധായകൻ വീട്ടിൽ വന്നു എന്നാണ്. കാരണം ഒരു സോഫയിൽ തന്നെ 2 പേരും ഇരിക്കുകയാണ്. എവിടെ നിന്ന് ഒപ്പിച്ചു ഈ ഫോട്ടോ എന്നും എന്നോട് ചോദിച്ചു. അദ്ദേഹം ഈ സംവിധായകനെ പറ്റി എഴുതിയ ലേഖനത്തിനൊപ്പം ഈ ഫോട്ടോ നല്ല ആർട്ട് പേപ്പറിൽ മനോഹരമായി അച്ചടിച്ച് വന്നത് കണ്ടപ്പോൾ ഞാനും അറിയാതെ ഒന്ന് ഞെട്ടി എന്ന് പറയാം. അത്രയ്ക്ക് ഒറിജിനാലിറ്റിയുള്ള ഫോട്ടോ ആയിരുന്നു. എന്നാൽ ഈ സംവിധായകൻ മദ്രാസിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ എറണാകുളത്തുള്ള വീട്ടിൽ വന്നിട്ടേ ഇല്ല. ദിലീപിൻ്റെ ഏതോ ഒരു സിനിമയിൽ ദിലീപ് പറ്റിച്ചൊക്കെ നടക്കുന്ന സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഫാസിലിൻ്റെ പടമാണെന്ന് തോന്നുന്നു. ഓടാത്തൊരു പടം ഉണ്ടല്ലോ, അതിലാണെന്ന് തോന്നുന്നു. ദിലീപ് ചെയ്യുന്ന കഥാപാത്രം ഗാന്ധിജി, നെഹ്റു, ഇന്ദിരാഗാന്ധി, ഹിറ്റ്ലർ, കെന്നഡി മുതലായവരോടൊപ്പം ഇരിക്കുന്ന സ്റ്റിൽസ് കണ്ട് നായിക ഞെട്ടിയ സ്ഥിതിയിലാവുന്ന ഒരു സീനുണ്ടല്ലോ, അതുപോലെയായി ഈ പറയുന്ന തിരക്കഥാകൃത്ത് സംവിധാനം ഇരിക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക്. ഇപ്പോൾ തന്നെ ന്യൂ ടി വിയിലെ ഗ്രീൻ മാറ്റിൻ്റെ പശ്ചാത്തലത്തിലിരുന്നാണ് ഞാൻ ലൈറ്റ്സ് ക്യാമറ ആക്ഷന് വേണ്ടിയുള്ള ഓരോ കഥകളും പറയുന്നത്. അതൊരു ക്യാമറ പകർത്തുന്നു, അത്രയേ ഉള്ളൂ. ക്യാമറ വെച്ച് ലൈറ്റപ്പ് ചെയ്ത് ക്യാമറ വെച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറമാനും പുറത്തു പോകും. ഞാൻ ഒറ്റയ്ക്കിരുന്നാണ് ഈ കഥകളെല്ലാം പറയുന്നത്. കാക്കു എന്ന് സ്നേഹപൂർവ്വം എല്ലാവരും വിളിക്കുന്ന, സ്റ്റുഡിയോയിലും എല്ലാവരും അവളെ വിളിക്കുന്നത് കാക്കു എന്നാണ്. ഞാൻ മാത്രം കാക്കെ എന്നാണ് വിളിക്കുന്നത്. കോഴിക്കോട്ടുകാരിയായ അതുല്യ എന്ന എഡിറ്റർ പെൺകുട്ടി ഓരോ എപ്പിസോഡിലും ഞാൻ ഏതൊക്കെ രമ്യഹർമ്മ്യങ്ങളിലിരുന്നാണ് കഥ പറയുന്നതായി കാട്ടുന്നത്. നിങ്ങൾ കാണാറുണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട്. അവിടെ മാറാത്തതൊന്നേ ഉള്ളൂ, എൻ്റെ പിറകിലുള്ള ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്നെഴുതിയ ടി വിയിലെ സ്ക്രീൻ മാത്രം. മുൻപ് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു സെറ്റ് ഇടണം. അതിൻ്റെ മുന്നിലിരുന്നാണ് കഥ പറയേണ്ടത്. ദിനവും ഓരോ സെറ്റ് മാറ്റാനാവില്ലല്ലോ. ടെക്നോളജി പുരോഗമിക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഇന്ത്യൻ ട്യൂബിൻ്റെ കഥ തന്നെ എടുക്കാം. മുൻപാണെങ്കിൽ ഒരു അഭിനേതാവ് ഒരു ചിത്രം പൂർത്തിയാക്കാതെ പോയാൽ അവിടെ തീർന്നു സംഗതി. ഉദാഹരണത്തിന് യൗവനം എന്നും വണ്ടിക്കാരി എന്നും 2 സിനിമകൾ പാതി വഴി ചിത്രീകരിച്ച് ഇട്ടിട്ടാണ് വിജയശ്രീ ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ വിജയശ്രീയെ കൊന്നത്. അക്കാലത്ത് മറ്റ് വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. പപ്പാതിവീതമായ 2 ചിത്രങ്ങളെ ഒന്നാക്കിയിട്ട് യൗവനം വണ്ടിക്കാരി എന്ന് പറഞ്ഞാണ് തിയേറ്ററിലെത്തിയത്. കടലും കടലാടിയും പോലെ 2 സാമ്യമില്ലാത്ത അര സിനിമകൾ വീതം അക്കാലത്തെ പ്രേക്ഷകർക്ക് കാണേണ്ടി വന്നു. അനുഭവങ്ങൾ പാളിച്ചകൾ, സേതുമാധവൻ സാറിൻ്റെ സിനിമയാണല്ലോ അനുഭവങ്ങൾ പാളിച്ചകൾ. അല്ലെങ്കിൽ മമ്മൂക്ക ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സിനിമ. അതിൽ ട്രേഡ് യൂണിയൻ നേതാവായ ചെല്ലപ്പനെ തൂക്കിക്കൊല്ലാൻ ജയിലിലേക്ക് കൊണ്ടുവരുന്ന സീനുണ്ടല്ലോ. സത്യമാഷിൻ്റെ ചെല്ലപ്പൻ എന്ന കമ്മ്യൂണിസ്റ്റിൻ്റെ ഷോട്ടുകൾ സേതുമാധവൻ സാറ് പിന്നെ ചിത്രീകരിക്കാമെന്നൊന്ന് വിട്ടിരുന്നതാണ്. സത്യമാഷ് അകാലത്തിപ്പോയി. മറ്റ് സീനുകളിലെ ക്ലോസപ്പുകളും കാലിൻ്റെ പിൻഭാഗ ഡ്യൂപ്പ് ഷോട്ടുകളും എടുത്താണ് ആ സീൻ ഒപ്പിച്ചത്. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ അഗ്നിപർവ്വതം പുകഞ്ഞു, ഭൂചക്രവാളങ്ങൾ ചുവന്നു, മൃത്യുവിൻ്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പം വിടർന്നു എന്നുള്ള വയലാർ ദേവരാജൻ ടീമിൻ്റെ മനോഹരമായ ദാസേട്ടൻ പാടിയ പാട്ട് ഈ ചിത്രത്തിലെ മനോഹരമായ പാട്ടുകളിലൊന്നാണത്. അതിലും കുറേ സ്റ്റോക്ക് ഷോട്ടുകൾ എടുത്തിട്ട് സത്യമാഷിൻ്റെ മുഖം
തെങ്ങോലകളിലൊക്കെ ഫ്രീസ് ചെയ്തും ഒക്കെയാണല്ലോ കാണിച്ചത്. ഇന്നാണെങ്കിലോ ഒരു ടെൻഷനുമില്ലാതെ സത്യമാഷിനെ കൊണ്ട് തന്നെ ചെല്ലപ്പനെ തീർത്തടിപ്പിക്കാൻ കഴിയും. ഒരു സിനിമയിൽ സഹകരിച്ച നടനോ നടിയോ ഗായകനോ ഗായികയോ നനച്ചിരിക്കാതെ പോയാൽ ഇനി തലയിൽ കൈവയ്ക്കണ്ട. സഹായത്തിന് AI ഉണ്ട്. ലെനിൻ രാജേന്ദ്രൻ്റെ ഇടവപ്പാതിയുടെ ലൊക്കേഷനിലേക്ക് രാത്രി പോകുമ്പോഴാണല്ലോ ജഗതി ശ്രീകുമാറിന് അപകടം സംഭവിച്ചത്. പകരം ആ വേഷം ഏതോ ഹിന്ദി നടനാണ് ചെയ്തത്. തിരുവമ്പാടി തമ്പാൻ അടക്കം ജഗതിക്കായി ഏതോ മിമിക്രിക്കാരനാണ് ശബ്ദം കൊടുത്ത് ഒപ്പിച്ചത്. തിലകൻ ചേട്ടൻ ആശുപത്രി കിടക്കയിൽ ആയപ്പോഴും ഇതുതന്നെ സംഭവിച്ചു. ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന തിലകൻ ചേട്ടൻ ആ മിമിക്രിക്കാരനെ, ശബ്ദം കൊടുത്ത മിമിക്രിക്കാരനെ വിളിച്ച് ശകാരിക്കുകയും ചെയ്തു ഒരുപാട്. ഇന്നാണെങ്കിലോ ഒരു പ്രശ്നവുമില്ലാതെ ഇവരെ തന്നെ ഉപയോഗിക്കാനാവും. മരണമടഞ്ഞ ശേഷം നമ്മുടെ തമിഴ്നടൻ വിജയകാന്ത് 2 സിനിമകളിൽ കൂടി അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. വിജയ് നായകനായ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിലും വിജയകാന്തിൻ്റെ മകൻ ഷൺമുഖ പാണ്ഡ്യൻ നായകനായ പടൈത്തലവൻ എന്ന ചിത്രത്തിലുമാണ് മരിച്ച ശേഷം വിജയകാന്ത് അഭിനയിച്ചത്. വിജയുടെ ചിത്രത്തിനെതിരെ വിജയകാന്തിൻ്റെ ഭാര്യയിൽ നിന്ന് വരെ എതിർപ്പ് ഉയർന്നു. ഇതുപോലെ തന്നെ സംഗീത രംഗത്തും AI വിപ്ലവം തീർക്കുകയാണ്. ഐശ്വര്യ രജനീകാന്തിൻ്റെ ലാൽ സലാം എന്ന ചിത്രത്തിൽ ആ സിനിമയ്ക്ക് വേണ്ടി കമ്പോസിംഗ് വേളയിൽ AR റഹ്മാന് തോന്നി ഇതിലെ വിപ്ലവ ഗാനം തമരി എഴുട എന്നുള്ളൊരു വിപ്ലവ ഗാനമാണല്ലോ ഉള്ളത്. അത് തൻ്റെ പ്രിയപ്പെട്ടവരായിരുന്ന റഹ്മാൻ്റെ സിനിമകളിൽ സ്ഥിരം പാടിയിരുന്ന ബംബ ബാക്കിയും ഷാഹുൽ ഹമീദും പാടിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് അദ്ദേഹം ആലോചിച്ചു. രണ്ടുപേരും മരിച്ചുപോയി. 2022 സെപ്റ്റംബറിൽ ബംബ ബാക്കി വിട പറഞ്ഞിരുന്നു. എന്തിരൻ, .2, സർക്കാർ, ബിഗിൽ, സർവം താളമയം, ഇരവിൽ നിഴൽ, പൊന്നിയിൻ സെൽവൻ തുടങ്ങിയ AR റഹ്മാൻ ചിത്രങ്ങളിലൊക്കെ ബംബ ബാക്കിയ പാടിയിരുന്നു. പൊന്നിയിൻ സെൽവത്തിലെ പൊന്നുതതി പാക്കണമേ എന്നുള്ള പാട്ടാണ് ബംബ ബാക്കിയ അവസാനമായി പിന്നണി പാടിയ പാട്ടും. ഷാഹുൽ ഹമീദ് 1997 ഒരു കാർ ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. ജെന്റിൽമാനിലെ കുസലാംപെട്ടി പെൺകുട്ടി, തിരുടായിലെ രാസാത്തി എൻ ഉസിര്, കാതലിലെ ഊർവശി എന്നുള്ള പാട്ട്, ജീൻസിലെ വാരായ തോഴി വാരായ തുടങ്ങിയ ഹിറ്റ് ഗാനങ്ങളൊക്കെ പാടിയത് ഷാഹുൽ ഹമീദായിരുന്നു. ഇതിനേക്കാൾ കൗതുകം എന്താണെന്ന് ചോദിച്ചാൽ വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൽ ഇളയരാജയുടെ മകൻ യുവൻ ശങ്കർ രാജ ചെയ്ത പണിയാണ്. ഗായികയായ ഇളയരാജയുടെ മകൾ ഭവതരണി ശ്രീലങ്കയിൽ കൊളംബോയിൽ വെച്ച് മരണപ്പെട്ടു 2024 ജനുവരി 25. അവർക്കപ്പോൾ 48 വയസ്സുണ്ടായിരുന്നു. ക്യാൻസറിൻ്റെ പിടിയിലായിരുന്നു അവർ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോയതാണ്, അവിടെ വെച്ചാണ് മരിച്ചത്. സഹോദരിയെ കൊണ്ട് ഒരു പാട്ട് പാടിക്കണമെന്ന് യുവർ ശങ്കർ രാജയ്ക്ക് തോന്നി. സംവിധായകനായ വെങ്കട് പ്രഭുവിനും സമ്മതം. പാട്ട് കേട്ടവരൊക്കെ കരുതിയത് ഭവതരണി പാടി വച്ചിട്ട് പോയി എന്നാണ്. തൻ്റെ സഹോദരിയുടെ ശബ്ദം ഇങ്ങനെ ഉപയോഗിക്കേണ്ടി വരുമെന്ന് യുവർ ശങ്കർ രാജ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. വലിയ പ്രചാരമാണ് ഈ ഗാനത്തിലൂടെ ചിത്രം നേടിയെടുത്തത്. അസുഖം ഭേദമായി മടങ്ങി വരുമ്പോൾ സഹോദരിക്ക് ഒരു സർപ്രൈസായി കൊടുക്കാമെന്നാണ് പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ യുവൻ ശങ്കർ രാജ കരുതിയത്. ഭവതരണിയുടെ AI ശബ്ദവും നടൻ വിജയും കൂടിയാണ് ഒരിക്കൽ ചിന്ന ചിന്ന കൺകൾ പാടിയത്. AI സംവിധാനത്തിൽ ഒരു പാട്ട് ആരുടെയെങ്കിലും ശബ്ദത്തിൽ ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ഒന്നുമില്ലാതെ ഉപയോഗിക്കേണ്ട ആളിൻ്റെ ശബ്ദം വേണം. എന്നിട്ട് മറ്റൊരാളെ കൊണ്ട് ആ പാട്ട് പാടിക്കണം. അതിലേക്ക് AI സംവിധാനത്തിലൂടെ പശ്ചാത്തല ശബ്ദമൊന്നുമില്ലാതെ എടുത്തു വച്ചിരിക്കുന്ന ഗായികയുടെയോ ഗായകൻ്റെയോ ശബ്ദം അങ്ങ് കടത്തി വിട്ടാൽ മതി. ചിന്ന ചിന്ന കൺകൾ പ്രിയദർശിനി എന്ന മറ്റൊരു ഗായിക കൊണ്ടാണ് പാടിച്ചത്. അതിലേക്ക് AI ഭവതരണിയുടെ ഒറിജിനൽ ശബ്ദം കടത്തിവിട്ടു. പാട്ട് റെഡി. പുതിയ
താരസംഗീത സംവിധായകൻ അനിരുദ്ധും ഇത്തരം AI വഴിയെ പോയിട്ടുണ്ട്. 14 വർഷം മുമ്പ് 2011 മരിച്ച പ്രശസ്ത പിന്നണി ഗായകനായ മലേഷ്യ വാസുദേവൻ്റെ ശബ്ദത്തിൽ അനിരുദ്ധ് ഒരു പാട്ട് ചെയ്തു. വേട്ടയ്യൻ എന്ന രജനീകാന്ത് മഞ്ജു വാര്യർ സിനിമയിൽ ഉള്ള മനസ്സിലായോ എന്ന പാട്ട്. മനസ്സിലായോ എന്ന മലയാളം പിന്നെ തമിഴ് തെലുങ്ക് മിശ്രിതമായ പാട്ട്. മലേഷ്യ വാസുദേവൻ്റെ മകൻ യുഗേന്ദ്രൻ പിന്നെ അനിരുദ്ധ്, ദീപ്തി സുരേഷ് എന്നിവർക്കൊപ്പം മലേഷ്യ വാസുദേവൻ പാടിയ പാട്ടാണ്. അക്കാലത്ത് സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു ഈ ഗാനം. മലേഷ്യ വാസുദേവൻ്റെ മകൻ യുഗേന്ദ്രൻ മനസ്സിലായോ എന്ന പാട്ടിലെ പ്രധാന ഭാഗം പാടി. എന്നിട്ട് മലേഷ്യ വാസുദേവൻ്റെ ശബ്ദത്തിലേക്ക് കൺവെർട്ട് ചെയ്തു AI സഹായത്തോടെ. ഈ ചിത്രത്തിൽ സാക്ഷാൽ അമിതാഭ് ബച്ചൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ. വേട്ടയനിൽ അമിതാഭ് ബച്ചന് വേണ്ടി പ്രകാശ് രാജാണ് ഡബ് ചെയ്ത് ശബ്ദം കൊടുത്തത്. എന്നാൽ ബച്ചൻ്റെ ശബ്ദം നന്നായി അറിയാവുന്നവർ പ്രകാശ് രാജിൻ്റെ ശബ്ദത്തെ അംഗീകരിക്കില്ല എന്ന അഭിപ്രായം ഉയർന്നു. അമിതാഭ് ബച്ചന് വേണ്ടി മലയാളം പറയുന്ന ഒന്നിലധികം പേർ നമ്മുടെ കേരളത്തിലുണ്ട്. പരസ്യത്തിലൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, എറണാകുളത്തുണ്ട്. റിലീസിംഗ് ഡേറ്റ് അടുത്തതിനാൽ ബച്ചൻ്റെ സാമ്യ ശബ്ദം നോക്കിയിറങ്ങാൻ സമയമില്ല. പിന്നെന്ത് ചെയ്യും എന്നാലോചിച്ചപ്പോൾ അവിടെയും AI അതായിരുന്നു ഉത്തരം. ഒരാൾക്ക് പോലും ഇത് ഡബ് ചെയ്തിരിക്കുന്നത് ബച്ചനല്ല എന്ന് പറയിപ്പിക്കാൻ പറ്റാത്ത വിധം ബച്ചൻ തമിഴിൽ സംസാരിച്ചു വേട്ടയനിൽ. ഇനി ഒന്നുകൂടി വേട്ടയൻ കണ്ടു നോക്കൂ. അമിതാഭ് ബച്ചൻ തമിഴ് സംസാരിക്കുന്നത് ബച്ചൻ തന്നെയാണ് ശബ്ദം കൊടുത്തതെന്ന് തോന്നുന്നു. ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സാങ്കേതിക വിദ്യകൾ ഒന്നിനും ഒരു ഭീഷണിയോ ശല്യമോ ആവില്ല എന്നാണ് AR റഹ്മാൻ്റെ പക്ഷം. റഹ്മാന് അത് പറഞ്ഞിട്ടങ്ങ് പോകാം. കച്ചവടം പൂട്ടാൻ സാധ്യതയുള്ളവർ അത് അംഗീകരിക്കാൻ വഴിയില്ല. ഇപ്പം തന്നെ 85 വയസ്സായ നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ്, 90 വയസ്സായ P സുശീലമ്മ, 87 വയസ്സായ S ജാനകി, മൺമറഞ്ഞ ഭാവഗായകൻ P ജയചന്ദ്രൻ, SP ബാലസുബ്രഹ്മണ്യം, മുഹമ്മദ് റാഫി, ലതാ മങ്കേഷ്കർ മുതലായവരുടെ ഒറിജിനൽ ശബ്ദമെടുത്ത് AI സഹായത്തോടെ മറ്റാരെ കൊണ്ടെങ്കിലും ട്രാക്ക് പാടിച്ചിട്ട് ഉപയോഗിച്ചാൽ നിയമം ഇന്ത്യയിൽ അനുവദിക്കുമോ എന്ന് പറയാറായിട്ടില്ല. യേശുദാസിൻ്റെ ശബ്ദമല്ല അത്, ആരോ അതേപോലുള്ള ശബ്ദമുള്ള ഒരു അറിയപ്പെടാത്ത ഗായകനെ കൊണ്ട് പാടിച്ച് AI വഴി മിക്സ് ചെയ്തതാണെന്ന് പറഞ്ഞാൽ ദാസേട്ടൻ എങ്ങനെ തെളിയിക്കും ഇത് എൻ്റെ ശബ്ദമാണ് എന്നും എനിക്കറിയില്ല. ഇത്തരം നിരവധി പ്രശ്നങ്ങൾ തലപ്പൊക്കാം. പ്രേം നസീറും ജയനും സിൽക്കുമൊക്കെ AI വഴി പുനർജനിക്കില്ല എന്ന് ആർക്കും പറയാനാവില്ല. ഇവിടെ സത്യമാഷിനെ അനുകരിക്കുന്ന മിമിക്രിക്കാരെ തല്ലണം എന്ന് ശിവകുമാരൻ തമ്പി സാർ ഈ അടുത്തിടെ പറയുണ്ടായി. അങ്ങനെയുള്ളൊരു നാടാണ് നമ്മുടെ നാട്. അപ്പോൾ അങ്ങനെ സത്യമാഷിനെയും മഞ്ജു വാര്യരെയും വെച്ച് AIയിലൂടെ ഒരു സിനിമ ഉണ്ടാക്കിയാൽ അതും നിയമക്കുരുക്കിലേക്ക് പോകാം. മഞ്ജു വാര്യരും സത്യൻ മാഷും കൂടി അഭിനയിക്കുന്നൊരു സിനിമ വരില്ല എന്ന് എന്തായാലും ഇപ്പോൾ പറയാൻ പറ്റില്ല. 2 അഭിനയ പ്രതിഭകളുള്ളൊരു സിനിമ ചിലപ്പോൾ വരാം. AIയുടെ ബാലാരിഷ്ടതകളൊക്കെ തീരുമ്പോൾ ഇതും വരാം, ഇതിലപ്പുറവും വരാം. മെഴുക് പ്രതിമകളോടൊപ്പം നിന്ന് സെൽഫി എടുക്കുന്ന കാലമാണിപ്പോൾ. ആരെയും പറ്റിക്കാം, ഇത് ഒറിജിനൽ ജീവനുള്ള ആളോടൊപ്പം നിന്നെടുത്ത പടമാണ്. അപ്പോൾ AI സാങ്കേതിക വിദ്യയുടെ വികാസം മനുഷ്യ നിർമ്മിതിക്കും അപ്പുറം ഇഴചേർന്ന് പോകാൻ സാധ്യതയുണ്ട്. AIയെ ഇനി അവഗണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു 10-15 വർഷം കൊണ്ട് കുറ്റമറ്റ രീതിയിലേക്ക് അത് വികാസം പ്രാപിക്കാൻ സാധ്യതയുണ്ട്. യേശുദാസിൻ്റെ യുവശബ്ദം നന്നായി അനുകരിക്കുന്ന ഒരു യുവ ഗായകനെ കൊണ്ട് പല മോഡുലേഷനിൽ, പല വേരിയേഷനിൽ, പല രാഗത്തിൽ, ഒരു 10-50 പാട്ടുകൾ പാടിച്ചിട്ട്, ഏതെങ്കിലുമൊക്കെ 10-50 പാട്ടുകൾ പാടിച്ചിട്ട് അതുകൊണ്ട് AI വോയിസ് മോഡുലേഷൻ സൃഷ്ടിച്ച് അതിനെ ഒരു ന്യായമായ വില നിർണ്ണയിച്ച് ആപ്ലിക്കേഷനിലോ മറ്റോ വിൽക്കാൻ വച്ചാൽ, ഇപ്പോൾ കരോക്കി മ്യൂസിക് കച്ചവടം നടക്കുന്നത് പോലെ അങ്ങനെ വച്ചാൽ നന്നായി വിൽക്കപ്പെടാൻ ഒരു വിഷമവും ഉണ്ടാവില്ല. അപ്പോൾ വാങ്ങുന്നവർ അത് നന്നായി ഉപയോഗപ്പെടുത്തും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ദാസേട്ടനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യവും വരുന്നതേയില്ല. ഇപ്പോൾ ദാസേട്ടൻ പാടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശബ്ദമല്ലാണ്ട് പതറി വയസ്സായി. അടുത്തിടെ
പൊൻകുന്നം ദാമോദരനെയും മകൻ MD രാജേന്ദ്രനെയും കുറിച്ച് ദാസേട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ ആ കൊതിപ്പിക്കുന്ന ശബ്ദം പോയ പോക്ക് നിരാശപ്പെടുത്തുന്നതായിരുന്നു. അവിടെ AI യേശുദാസിനെ ആരാധിക്കുന്നവർക്ക് തുണയേകാൻ സാധ്യതയുണ്ട്. മമ്മൂട്ടിക്കും മോഹൻലാലിനും അടക്കം AI ഒരു വെല്ലുവിളിയാകാമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും വരുംകാല സിനിമകളിൽ AI ഒരു മുഖ്യ ഘടകമാകാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കും ചിരി വരാം എന്ന് വിശ്വസിച്ചുകൊണ്ട് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ കടന്നു വരട്ടെന്നേ. ഇപ്പം തന്നെ നമ്മൾ പെട്രോളിൻ്റെ അമിതമായ വില ഈടാക്കിക്കൊണ്ടിരുന്ന നാടല്ലേ. മറ്റ് രാജ്യങ്ങളിൽ കിട്ടുന്ന പെട്രോളിൻ്റെ വില തോത് കുറയുമ്പോഴും ഇവിടെ കുറച്ച് തോത് കൂടും എന്നൊരു കേന്ദ്ര സഹമന്ത്രി, ഒരു മണ്ടൻ, കേരളത്തിലൊരു മണ്ടൻ പറഞ്ഞല്ലോ. പൊതുവിപണിയിൽ പെട്രോളിന് വില കുറയുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ വില അല്പം കൂടും എന്നാണ് അദ്ദേഹം കണ്ടെത്തിയ കണക്ക്. എന്ന് പറയുന്ന പോലെ പെട്രോൾ ഇങ്ങനെ കുത്തനെ ഉയരുമ്പോൾ ഇപ്പോൾ നമ്മളുടെ കാറുകളിലും സ്കൂട്ടറുകളിലും ഒക്കെ ബാറ്ററി ആണല്ലോ, ട്രാൻസ്പോർട്ട് ബസ്സിൽ വരെ കറണ്ടിലാണല്ലോ കണക്ട് ചെയ്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 250 കിലോമീറ്റർ ഓടുമെന്ന് പറയുന്നത് പോലെ സിനിമയിലും AI സാങ്കേതിക വിദ്യ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഈ എപ്പിസോഡ് കാണുന്ന നിങ്ങൾക്കും അങ്ങനെയായിരിക്കും ചിന്തിക്കാൻ കഴിയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നിർത്താം. വിശദമായ കഥകൾ, ഇതുപോലുള്ള കഥകൾ ഇനിയും പറയാം. നന്ദി, നമസ്കാരം.